കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ലൈവ് ഇടാൻ ശ്രമിച്ചിരുന്നു. ദൈവത്തിൻ്റെ വചനം അതിൽ നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. കാരണം എൻ്റെ ഫോണിലെ നെറ്റ് അതിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ അതറിയാതെ 8-ാം തീയതി അത് തീരുകയായിരുന്നു. അപ്പം ഞാൻ എടുത്തുകൊണ്ടിരുന്ന ആ ഫോണിൽ അത് തീർന്നതുകൊണ്ട് ഞാനത് പിന്നീടത് പരിശോധിച്ചപ്പോഴാണ് അത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നതായിട്ട് കാണാനിടയായത്. അപ്പം ആയതുകൊണ്ട് അത് അല്പം അടുപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ തന്നെയും ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് കേൾക്കാൻ കഴിഞ്ഞോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അത് കേൾക്കാൻ കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് അത് ആവർത്തിക്കപ്പെടുമ്പോൾ അതൊരു പക്ഷേ അത് ഒരു മടുപ്പാണെങ്കിൽ തന്നെയും നന്നായി പറയാൻ എനിക്ക് കഴിയാതെ വന്നതുകൊണ്ട് ഞാനൊരു പ്രാവശ്യം കൂടെ അതിന് ശ്രമിക്കുകയാണ്. ഞാനോട് ഉദ്ദേശിച്ച കാര്യം ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന ഒരു ദുരന്തത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ച്, താൻ എങ്ങനെയാണ് അതിനെ നേരിട്ടതെന്നും ദൈവം അതിലൂടെ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ, തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഉള്ളതിനെക്കുറിച്ചും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അപ്പോൾ തന്നെ ലൈവായിട്ട് ഓരോരുത്തരെയും വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ കാണുന്നവരെ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യാനോ എനിക്കിപ്പോൾ കഴിയുന്നില്ലെങ്കിലും കമൻറ്റുകൾ ഇടുന്ന ഓരോരുത്തരെയും പിന്നീട് ഞാൻ അവരുമായിട്ട് വിഷ് ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യാം. അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ ഞാൻ ദൈവവചനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളാണ്. 1 ദിനവൃത്താന്തം 21-ന്റെ 1 ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. നോക്കുക, സാത്താൻ എന്ന് പറയുന്നത് നമ്മൾ കഥകളിൽ വായിച്ചു കേട്ട ഭീകരമായ ഒരു രൂപമുള്ള ഒന്നല്ല. പഴയ ഒനീഡ ടിവിയുടെ പരസ്യത്തിൽ കാണുന്ന പോലെ കൊമ്പുകളുള്ള ഒരു പ്രത്യേക വിചിത്ര രൂപമൊന്നുമല്ല സാത്താൻ. സാത്താൻ ഒരു സ്പിരിറ്റാണ്. ദൈവം ആത്മാവായിരിക്കുന്ന പോലെ തന്നെ സാത്താനും ഒരാത്മാവാണ്. ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് പ്രധാനമായിട്ടും മനുഷ്യരെ ആവശ്യമായിരിക്കുന്ന പോലെ തന്നെ സാത്താനും തൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സാത്താനും അതേ മനുഷ്യരെ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് മനുഷ്യരെ ആവശ്യമുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് 1 കൊരിന്ത്യർ 3:16 അപ്പോസ്തലൻ എഴുതുന്നുണ്ടല്ലോ: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മന്ദിരമാണ്. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷത്തിൽ നമ്മൾ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതായുള്ള ആ സന്ദർഭത്തിൽ നമ്മുടെ ശരീരം കർത്താവിൻ്റെ വകയായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്തിനാണ് എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എൻ്റെ നാക്ക്, എൻ്റെ ഇന്ദ്രിയങ്ങൾ, എൻ്റെ ശരീരം മുഴുവൻ തന്നെയും, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും എല്ലാം കർത്താവിന് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്നുള്ള ഒരു പൂർണ്ണ സമർപ്പണമാണ് അതേ സ്നാനത്തിൽ നാം ചെയ്യുന്നത്. അതേക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ സാത്താനും തൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ മനുഷ്യരെ ആവശ്യമാണ്. ഇവിടെ നമുക്ക് രസകരമായി തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ വാക്യം ഒന്നും കൂടെ വായിക്കട്ടെ. 1 ദിനവൃത്താന്തം 21:1. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. അവിടുത്തെ രസകരമായ കാര്യം നമുക്കറിയാം. വേദപുസ്തകത്തിന്റെ ഏതാണ്ട് മധ്യത്തിൽ, ബൈബിളിന്റെ ഏതാണ്ട് മധ്യത്തിൽ കൂടുതൽ ആളുകൾ വായിക്കുന്ന, സാധാരണ ബൈബിളൊന്നും നന്നായിട്ട് വായിക്കാത്ത ആളുകൾ പോലും കൂടുതലായിട്ടും വായിക്കുന്ന ഒരു പ്രത്യേക പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന നാം നേരിടുന്ന ഓരോരോ വിഷയങ്ങൾ
ഇത് എൻ്റെ വിഷയം തന്നെയാണല്ലോ എന്ന് തോന്നത്തക്ക നിലകളിൽ അതെ സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഓരോ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് വളരെ എല്ലാം തന്നെ കണക്റ്റഡ് ആണ്, വചനങ്ങളെല്ലാം തന്നെ കണക്റ്റഡ് ആണ്. എങ്കിലും കുറെ കൂടെ സാധാരണക്കാർക്ക്, അത്ര വലിയ ഭക്തിയുടെ റേഞ്ചുകളിലേക്ക് ഉയർന്നു വരാത്ത സാധാരണ വ്യക്തികൾക്ക് കുറെ കൂടെ അവരുടെ ഹൃദയത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ 150 സങ്കീർത്തനങ്ങൾ അതെ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതിലേതാണ്ട് 75-ലധികം അല്ലെങ്കിൽ 75-നും 80-നും ഇടയ്ക്ക് ഏതാണ്ട് അത്രത്തോളം, 150 ദാവീദല്ല എഴുതിയത്, ഏതാണ്ട് 75-ൽ പുറത്തായ സങ്കീർത്തനങ്ങൾ ദാവീദാണ് എഴുതുന്നത്. മാത്രമല്ല ദാവീദിന് ദൈവം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിനെ ദൈവം വിളിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ഹൃദയം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ദാവീദിന്റെ ഹൃദയവും. നിങ്ങൾ ദൈവവും ദാവീദും സമന്മാരാണ്, അല്ലെങ്കിൽ ദൈവം ദാവീദിനെ പോലെയാണെന്നല്ല അർത്ഥം. ദൈവത്തിന്റെ ഹൃദയം ദാവീദിന്റെ ഹൃദയവുമായിട്ട് വളരെ ക്ലോസ് ആണെന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കാൻ അത് ദാവീദിന് നന്നായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം മാത്രമല്ല വളരെ ഭക്തനാണ്, ദൈവമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. ഇവിടെ നാം കാണുന്നത് ആ വ്യക്തിയാണ് സാത്താൻ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അത് നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം, നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ചിലർ പറയാറുണ്ട്, യേശു ക്രിസ്തു കാൽവറി ക്രൂശിലെ തൻ്റെ മരണത്തിൽ സാത്താനെ തകർത്തതുകൊണ്ട് അതെ സാത്താനൊന്നും വലിയ ബലമൊന്നുമില്ല, സാത്താനെ നമുക്ക് ഈസിയായിട്ട് തോൽപ്പിക്കാൻ കഴിയും. ശരിയാണ്, ഒരു ഭാഗത്തിൽ അത് ശരിയാണ്, സാത്താൻ തോറ്റവനാണ്. പക്ഷെ ഒരു കാര്യം പൗലോസ് പുസ്തകൻ പറയുന്നത് നമ്മൾ ഓർക്കണം, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അതെ, സാത്താൻ ഇന്ന് ജയിച്ച ഒരു ആളല്ല. ഒരുപക്ഷെ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ്, അതുപോലെ തന്നെ മോശെ, ശമൂവേൽ, ഇങ്ങനെ ദാവീദ്, ഇങ്ങനെയുള്ള ആളുകളെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടി ഒരു പ്രിവിലേജ് ലഭിച്ചത് അതെ കാൽവറി ക്രൂശിൽ യേശുവിന്റെ രക്തമരണത്തിലൂടെ അല്ലെങ്കിൽ യേശുവിന്റെ ബലിമരണത്തിലൂടെ അത് തകർക്കപ്പെട്ട സാത്താനെയാണ് ഇന്ന് നമുക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ളത്. ആ പഴയ പ്രതാപം അവനില്ല. പക്ഷെ എന്നാലും അവന് വളരെ തന്ത്രങ്ങളുണ്ട്. അനേകരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സാത്താൻ. അത് രാപ്പകൽ നമുക്കെതിരെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സാത്താൻ. അത് ഒരിക്കലും നാം രക്ഷപ്പെടുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ സാത്താനെ തീയിലേക്ക് തട്ടിക്കളയുമ്പോൾ അവിടെ പറയുന്നത് അത് വിശുദ്ധന്മാരെ രാപ്പകൽ അപവാദം പറഞ്ഞുകൊണ്ടിരുന്നതായിട്ടുള്ള സാത്താനെ ദൈവം തകർത്തുകല്ലോ എന്ന് അവിടെ ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സാത്താന് ബലമുണ്ടെന്നോ സാത്താൻ വലിയ വിജയിക്കുന്ന ആളാണെന്നോ സാത്താനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്നോ ഒന്നുമല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം റോമർക്കെഴുതിയ ലേഖനം 16:20 അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. അതെ, അനേക ദൈവദാസന്മാർ ഈ വാക്കുകൾ എടുത്തിട്ട് പ്രകടനം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവര് സാത്താനെ ഇങ്ങനെ ചവിട്ടുന്നത്, അല്ലെങ്കിൽ നിലത്താഞ്ഞ് ചവിട്ടിയിട്ട് സാത്താനെ ചവിട്ടുക എന്ന് പറഞ്ഞു. സാത്താൻ അങ്ങനൊന്നും ചവിട്ടുകൊണ്ട് വീഴത്തൊന്നുമില്ല. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ആ വചനത്തിനകത്ത് റോമർക്കെഴുതിയ ലേഖനം 16:20 എഴുതി വെച്ചിരിക്കുന്നത് എന്താ? സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നോക്കുക, നമ്മുടെ കാൽ കീഴിൽ സാത്താനെ ചതച്ചു കളയുന്നത് അതിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ അതിന്റെ കർത്താവ് ആരാണ്? അതെ, രാമൻ പശുവിനെ കൊന്നു, അല്ലെങ്കിൽ രാജു ജോണിയെ അടിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ആളാണ് അതിന്റെ കർത്താവ്. രാമൻ പശുവിനെ കൊന്നു എന്ന് പറയുമ്പോൾ രാമനാണ് കർത്താവ്, രാമനാണ് പശുവിനെ കൊന്നത്. കർത്താവ്, കർമ്മം, ക്രിയ, ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ എന്ന് പറയുന്ന പോലെ സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴ് ചതച്ചു കളയുമെന്ന് റോമർക്കെഴുതിയ ലേഖനം 16:20 എഴുതിയിരിക്കുമ്പോൾ ഞാനല്ല സാത്താനെ ചതച്ചു കളയുന്നത്, നിങ്ങളല്ല സാത്താനെ ചതച്ചു കളയുന്നത്, സമാധാനത്തിന്റെ ദൈവമാണത് ചെയ്യുന്നത്. സമാധാനത്തിന്റെ ദൈവം സാത്താനെ
അതെ, നമ്മുടെ കാൽ കീഴ് അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ അവൻ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? അവനെ ചതച്ച് കളയും. അതുകൊണ്ട് ഓർക്കണം, ദൈവത്തിന്റെ ആ പദ്ധതിയെ നമ്മൾ ഒട്ടും കുറച്ച് കളയുകയല്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രിവിലേജസ്, നമുക്ക് ദൈവം തന്ന അവകാശത്തെ ഒട്ടും കുറച്ചു പറയുകയല്ല ഞാൻ. എങ്കിലും ഓർക്കണം, ചെയ്യുന്നത് ദൈവമാണ്. പക്ഷേ നാം സാത്താനെ കരുതിയിരിക്കണം. നാം വളരെ തന്ത്രശാലിയായ ഒരു ശത്രുവാണ് സാത്താൻ. ഗൗരവമില്ലാതെ സാത്താൻ തോറ്റുപോയവനാണ്. അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്തു കളയാം, അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന നിലകളിൽ സമീപിക്കുന്നത് ഒരു അബദ്ധമാണ്. ഇന്ന് ഓർക്കണം, ഇന്ന് എനിക്ക് പറയുന്നതിന് അല്പം മടിയുണ്ട്. യോജിക്കാൻ കഴിവുള്ള ആളുകൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് പലരും സാത്താന്റെ ആയുധങ്ങളായിട്ടാണ്, പലപ്പോഴും സാത്താന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോയിട്ട് സാത്താനെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും അതേ സാത്താന്റെ അടിമത്തത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ സാത്താന്റെ മുമ്പിൽ തോറ്റിട്ട്, അല്ലെങ്കിൽ സാത്താൻ ഇഷ്ടപ്പെടുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പറയുകയാണ് ഞങ്ങൾ സാത്താനെ തോൽപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം ദൈവദാസന്മാർ, ദൈവമക്കൾ, വളരെ ശ്രദ്ധിക്കണം. അതേ, വ്യാജത്തിന്റെ ആത്മാവ് ശക്തമായി അത് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഭക്തനായ 75-ലധികം സങ്കീർത്തനങ്ങൾ എഴുതിയ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം അതേ അരുളപ്പാട് കൊടുത്തിട്ടുള്ള അതേ ഈ പറഞ്ഞ ദാവീദിന് പോലും അവന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാത്താന് കഴിഞ്ഞിരിക്കുന്നു. ദാവീദിനെ സ്വാധീനിക്കുന്നു. എന്താണ് ചെയ്യുന്നത്? നമുക്കൊക്കെ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കും, ജനസംഖ്യ എടുക്കുന്ന തെറ്റാണോ? ഇസ്രായേല് ദാവീദിന്റെ ജനമാണ്, അല്ലെങ്കിൽ തന്റെ രാജ്യത്തുള്ള പ്രജകളുടെ എണ്ണം ഒന്ന് എടുക്കുന്ന തെറ്റാണ്? തെറ്റല്ല. പക്ഷെ ഞാൻ പറയുന്നത് ലൗകികമായ ഒരു രീതിയിലല്ല. എന്നാൽ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതൽ, ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരാള് ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ അനുവാദം തേടിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് നമ്മൾ മറക്കരുത്. ശാലോം, ഒരു മിനിറ്റ്. അപ്പോ ഇതിന് 50% ഉള്ളു. അപ്പൊ അതുകൊണ്ട് ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് എടുത്തു വെച്ചോ. ഇതടച്ചേരാം. അപ്പം ഞാൻ സൂചിപ്പിച്ച കാര്യം ഇതാണ്, എനിക്കെന്തിനും കഴിയും, എന്ത് ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്. എനിക്കിപ്പോൾ രാവിലെ എൻ്റെ അടുത്ത നാട്ടിലേക്ക് പോകാൻ, എൻ്റെ വാഹനം എടുത്തുകൊണ്ട് ഓടിക്കാൻ ഒക്കെയുള്ള പ്രാപ്തി എനിക്കുണ്ട്. പക്ഷേ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഞാനത് ചെയ്തുകൊള്ളട്ടെ. കാരണം ദൈവമാണ് ദൈവം. നമുക്ക് കഴിവ്, ആരോഗ്യം, ബുദ്ധി, ജ്ഞാനം, പ്രാപ്തി, ഇത് തീരുമാനം, ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ ദൈവപൈതങ്ങളായിട്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം ഇന്ന് രാത്രി ഞാൻ സമാധാനത്തോടെ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ലൈവ് വീഡിയോ ചെയ്യുന്നു. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളായിരിക്കുന്നിടത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടന്നാൽ നാളെ പ്രഭാതത്തിൽ അത് എഴുന്നേൽക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. നമുക്കറിയാം, ചെങ്ങന്നൂരും റാന്നിയിലും വയനാട്ടിലും കോഴഞ്ചേരിയിലും ഒക്കെ ആ പ്രളയം വന്നതായുള്ള ആ സന്ദർഭത്തിൽ, പത്തനംതിട്ട ജില്ല, എറണാകുളം, പിറവം, അല്ലെങ്കിൽ പിന്നെ പറവൂര്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങൾ നമുക്കറിയാം, ആലുവ, അവിടെ പ്രളയം വരുന്ന സന്ദർഭത്തിൽ, ഇടുക്കി, അവിടെയൊക്കെ രാത്രിയിൽ അവരവരുടെ വീടുകളിൽ സുഖമായി കിടന്ന ആളുകൾ, അല്ലെങ്കിൽ പല അധികാരികളുടെ ഉറപ്പിൽ വിശ്വസിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച ആളുകൾ, അവര് രാത്രിയിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോ, ഇങ്ങോട്ട് എടുത്തോ, എന്റെ ഇതിലൊക്കെ എടുത്തോ, സെൽഫി എടുക്കണ്ട, തിരിച്ചെടുത്തത്. അപ്പോ അവര് രാത്രിയിൽ കിടക്കുമ്പോൾ രാവിലെ വീട് മാറാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് രാത്രിയിൽ അവരുടെ കാല് ചവിട്ടുമ്പോൾ നനവ് ചവിട്ടിട്ട് കിടന്ന് നോക്കുമ്പോഴാണ് കിടക്കം മുഴുവനും വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരനുഭവത്തിലേക്ക് എത്തുന്നത്.
അപ്പോൾ രാത്രിയിൽ അവർക്ക് ആ രാത്രിയിൽ തന്നെ ഇറങ്ങി ഓടേണ്ടതായിട്ട് വരുന്നു. അല്ലെങ്കിൽ ചില ആളുകൾക്ക് നമുക്കറിയാം അവരുടെ വീടിന്റെ പാരപ്പറ്റിലേക്കൊക്കെ കയറി പോകേണ്ടതായിട്ട് വന്നു. അതെ, ഇതൊന്നും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉരുൾപൊട്ടലിലൂടെ നല്ല നല്ല വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ പിന്നെ ബിൽഡിങ്ങുകളൊക്കെ തന്നെ തകർന്നു പോയി. മഹാരാഷ്ട്രയിലെ ലാത്തൂർ സംഭവിച്ചതാണെങ്കിലും ഗുജറാത്തിലെ ഭുജില് കച്ച് ജില്ലയിൽ സംഭവിച്ചതാണെങ്കിലും ഇന്ന് ലോകത്തിലെ ജപ്പാൻ പോലുള്ളതായ രാജ്യങ്ങളിൽ സംഭവിക്കുന്നതാണെങ്കിലും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ദൈവം അനുവദിക്കുന്നില്ല എങ്കിൽ, ദൈവം നടത്തിയില്ല എങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു യുക്തിവാദിക്ക് അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധമില്ല, ദൈവം ഏതാ, ഒന്നും കുഴപ്പമില്ല, എനിക്ക് മിടുക്കുണ്ട്, എനിക്ക് കഴിവുണ്ട്, ആരും എന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല, ഞാൻ അവരെ കുറെ ചല്ല പറയുന്നത്. കാരണം അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇത് ഓരോ വ്യക്തിയെയും ദൈവം തിരഞ്ഞെടുക്കുന്നതിന് മറ്റുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഓരോ ആൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന മനോബോധങ്ങൾ, ആ ബോധ്യങ്ങളിലാണ് ജീവിക്കേണ്ടത്. ഒരാള് ദൈവത്തെക്കുറിച്ച് ബോധമില്ലാതെ പിന്നെ ദൈവമില്ല എന്ന് തീരുമാനിച്ച് എൻ്റെ കഴിവിൽ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ജ്ഞാനത്തിൽ എല്ലാം സാധിക്കുമെന്ന് ഒരാൾ ചിന്തിച്ചാൽ എനിക്ക് അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ചില സത്യങ്ങളുണ്ട്, അത് അറിയാത്തവരെ ദൈവം മനസ്സിലാക്കിച്ചു കൊടുക്കും. ഞാൻ കണ്ടു അന്ന് ഇടുക്കിയിലെ ഡാമൊക്കെ തുറക്കുന്ന സന്ദർഭത്തിൽ അതിന് അധികാരമുണ്ടായിരുന്ന ഒരു മന്ത്രി, അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ ദൈവമുണ്ട് എന്നുള്ളതിനെ അംഗീകരിക്കുന്ന കാര്യമല്ല. പക്ഷേ ഷട്ടറുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് തുറക്കേണ്ടി വരുന്നു. അദ്ദേഹം ചിന്തിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്ന ഈ സന്ദർഭത്തിൽ ആളുകൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഈ മഴ എപ്പോൾ തീരും എന്ന് ചോദിക്കുമ്പോൾ, ഷട്ടർ തുറക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ പറയുന്നത് കേട്ടു, ആർക്കറിയാം എന്ന് തീരുമെന്ന് അദ്ദേഹം പറയുന്നത് എനിക്ക് കേൾക്കാനിടയായി. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് ആശയങ്ങളും അഭിപ്രായങ്ങളും ബോധ്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ മഴയെന്ന് നിൽക്കുമെന്നോ, അത് കാറ്റെങ്ങനെ, കാർമേഘം എങ്ങനെ അവസാനിക്കുമെന്നോ ഒന്നും പറയാൻ മനുഷ്യർക്ക് കഴിയാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്നെ പോലുള്ള വലിയ ജ്ഞാനികളല്ലാത്ത, വലിയ കഴിവോ പ്രാപ്തിയൊന്നും ഇല്ലാത്ത ആളുകൾ പൂർണ്ണമായും ദൈവത്തിനെ കഴിയുള്ളൂ, ദൈവമാണ് എല്ലാത്തിൻ്റെയും കർത്താവ്, ദൈവം നിശ്ചയിക്കുന്നതിനപ്പുറത്ത് മനുഷ്യർക്ക് പ്രാപ്തിയില്ല, മിടുക്കില്ല എന്ന് പറയുവാൻ അതെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അത് എപ്പോഴും തയ്യാറായിട്ട് നിൽക്കും. അതുകൊണ്ട് ഒരാൾ പറയുവാണ് ദൈവമില്ല, എന്തിനാ ഇങ്ങനെ പൊട്ടത്തരമൊക്കെ വിളിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം 53 സങ്കീർത്തനത്തിലും 1-ാമത്തെ വാക്യത്തിലും 14-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും ദൈവത്തിന്റെ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന്. ഞാൻ അവരെ മൂഢന്മാരെന്ന് പറയുക അല്ല, പക്ഷെ ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറയുന്നത്. കാരണം ദൈവമില്ല എന്ന് പറയാൻ ഒരു മൂഢന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇന്ന് കണ്ണു തുറന്ന് കാണുന്ന, കൺമുമ്പിൽ കാണുന്ന ഈ കാര്യങ്ങളുടെയൊക്കെ പിറകിൽ ദൈവത്തിന്റെ കരമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പോട്ടെ, ഞാൻ ആ വിഷയത്തിൽ നിന്ന് വിട്ടുവരട്ടെ. അതുകൊണ്ട് ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യം, ഏറ്റവും പരമഭക്തന്മാരെ പോലും സാത്താന് സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ ഓർക്കണം, ഏത് നിമിഷവും ഇടർച്ച വരുത്തുന്ന, ഏത് നിമിഷവും നമ്മെ തകർക്കുവാനായിട്ട് തന്ത്രങ്ങളുള്ള അനേക ഭക്തന്മാരെ വീഴ്ച കളഞ്ഞ സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരായിരിക്കരുത്. അതേ ഭക്തനായ ദാവീദിനെയും അദ്ദേഹം സ്വാധീനിച്ചു. ഞാൻ അവിടെ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ ഇതാണ്, ജനത്തെ എണ്ണുന്നത്, സെൻസസ് എടുക്കുന്നത് തെറ്റാണോ? അല്ല. ലോകപ്രകാരമുള്ള ഒരാൾ പറയും എന്താണ് തെറ്റ്? പക്ഷെ ഞാനിവിടെ പറഞ്ഞ കാര്യം ഇതാണ്, എണ്ണം എടുത്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനു മുമ്പ് ഇത് ദൈവം ആഗ്രഹിച്ചതാണോ, ദൈവത്തിന് അത് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ ഒരു ദൈവവേദൽ തയ്യാറായിരിക്കണം. ദാവീദ് ഒരു ദൈവവേദലായിരുന്നു. ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു. കാരണം താൻ രാജകൊട്ടാരത്തിൽ ജനിച്ചു വീണ ഒരാളായിരുന്നില്ല. അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. തൻ്റെ കുടുംബത്തിൽ തൻ്റെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പിതാവിന് തന്നെ കുറിച്ച് വലിയ ബഹുമാനം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നമുക്കറിയാം 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായിരിക്കുന്ന ശൗലിനെ മാറ്റിയതിനു ശേഷം മറ്റൊരാളെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്നതായ സന്ദർഭത്തിൽ
ഇശായിയുടെ പുത്രന്മാരിൽ ഒരാളെ രാജാവായിട്ട് കണ്ടിരിക്കുന്നു എന്ന് ദൈവം ശമൂവേൽ പ്രവാചകനോട് അരുളപ്പാട് കൊടുക്കുമ്പോൾ ശമൂവേൽ പ്രവാചകൻ അതേ ഇശായിയുടെ ഭവനത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയത്തില്ല ഇശായിക്ക് എത്ര മക്കളുണ്ടെന്ന് അറിയത്തില്ല. അദ്ദേഹം ഇശായിയോട് പറഞ്ഞു കാണും, നിന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചു, അതിലൊരാളെ ദൈവം രാജാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം ഇശായി എന്ത് ചെയ്തിരിക്കുന്നു? എനിക്ക് 8 മക്കളുണ്ട് തനിക്ക് ഇശായിക്ക്, പക്ഷേ തന്റെ 7 മക്കളെ മാത്രമാണ് ഇശായി ശമൂവേൽ പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ കാരണം ഇശായിക്ക് ഒരു കണക്കൂട്ടലുണ്ട്. കാരണം ഒന്നാമത്തെ തന്റെ മകൻ, ഏറ്റവും മൂത്ത മകൻ, അവനാണ് ഏറ്റവും യോഗ്യൻ, അവൻ തന്നെ രാജാവാകും. കാരണം അവൻ പട്ടാളത്തിലാണ്, അവന് കഴിവുണ്ട്. ഇല്ലെങ്കിൽ 2ാമത്തെ ആളുണ്ട്, ഇല്ലെങ്കിൽ 3ാമത്തെ ആളുണ്ട്. ഒരിക്കലും 8ാമത്തെ ആടിനെ തീറ്റാൻ താൻ വിട്ടിരിക്കുന്ന, വിദ്യാഭ്യാസമില്ലാത്ത, കഴിവില്ലാത്ത, തന്റെ ദൃഷ്ടിയിൽ വലിയ ജ്ഞാനിയല്ലാതിരിക്കുന്ന ദാവീദ് രാജാവായി വരുമെന്ന് ഇശായിയുടെ സ്വപ്നത്തിൽ പോലുമില്ല. പക്ഷേ നമുക്കവിടെ കാണുന്നൊരു വാക്കുണ്ട്, 1ാമത്തെ ആളെ രാജാവാക്കാനായിട്ട്, അഭിഷേകം ചെയ്യാനായിട്ട് ശമൂവേൽ വെപ്രാളപ്പെടുമ്പോൾ ദൈവം പറയുന്നു, ഇവനല്ല. മനുഷ്യൻ അതേ കണ്ണിന് കാണുന്നത് നോക്കുമ്പോൾ, കണ്ണിന് കാണുന്നത് മനസ്സിലാക്കുമ്പോൾ യഹോവ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസയ്ക്കായിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാപ്തി ലഭിക്കാനായിട്ട്, കഴിവ് കാണിക്കാനായിട്ട് ഞാനും നിങ്ങളും എന്തെല്ലാം കാണിച്ചാലും നമ്മുടെ ഹൃദയത്തെ ദൈവം പരിശോധിക്കുന്നു. പുറമേ കാണിക്കരുതെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഹൃദയത്തിനകത്ത് യഥാർത്ഥത്തിൽ എന്താ ഉള്ളതെന്ന് ദൈവത്തിന് കാണുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് നമ്മുടെ മുഖം കാണാം, നമ്മുടെ പ്രവൃത്തി കാണാം, നമ്മുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായിരിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പുറംപരപ്പിൽ അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന മോടിയിലല്ല, അകം കർത്താവിന് മുമ്പിൽ വിശുദ്ധമായിരിക്കാൻ, കർത്താവിന് പ്രസാദമായിരിക്കാൻ, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങുന്നത് മാത്രമാകാതെ എൻ്റെ ദൈവത്തിന് വിളങ്ങുന്നത് കൂടി ആയിത്തീരണം എന്നുള്ള നിലകളിൽ നാം സമീപിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുള്ളതായി തീരൂ, ദൈവപ്രസാദം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. അപ്പോൾ അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ ദാവീദിനെ അദ്ദേഹം തന്റെ അപ്പൻ കണക്കൂട്ടിയിരുന്നില്ല. എന്നാൽ 7 പേരെയും മുമ്പിലൂടെ കടത്തിവിടുമ്പോഴും അവരാരും തന്നെ ഇസ്രായേലിന്റെ അടുത്ത രാജാവായുള്ള ദൈവിക തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതുവരെ എല്ലാം കൂടെ ഒന്നും ഒന്ന് പരീക്ഷിക്കാൻ ശമൂവേൽ എന്ന പ്രവാചകൻ തയ്യാറായില്ല. കാരണം അദ്ദേഹം ദേവാലയത്തിൽ വളർന്നവനാണ്. 3 വയസ്സായപ്പോൾ അമ്മ കൊണ്ടുവന്ന് ദേവാലയത്തിൽ വിട്ടേച്ചു പോയവരാണ്. ദേവാലയത്തിലെ അഴിമതികൾ, അന്നത്തെ പുരോഹിതനായിരുന്ന ഏലിയുടെ മക്കളും കാണിക്കുന്ന അഴിമതികളൊക്കെ അതൊക്കെ അറിയാൻ വയ്യാത്തവർ, ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ 1 ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അതിന്റെ 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ നന്നായിട്ട് വായിച്ചു നോക്കണം. ആ ഒരു സാഹചര്യത്തിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് ദൈവിക വഴിയിലേക്ക് കടന്നു വന്ന ദൈവശബ്ദം എന്താണെന്ന് വ്യക്തമായി കേട്ട ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം താൻ കേട്ടതാണ്, തന്നോട് ദൈവം വ്യക്തമായിട്ട് സംസാരിച്ചതാണ്, ഇശായിയുടെ മക്കളിൽ ഒരാളെ ഞാൻ ഇസ്രായേലിന്റെ രാജാവായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ 7 മക്കളും മുന്നിൽ കൂടെ പോയി, ഒരപ്പൻ തന്നൊക്കെ 7 പേരാണ് ഉള്ളതെന്നുള്ള നിലയിൽ 7 പേരെ മുന്നിൽ കൊണ്ടുവിടുമ്പോൾ അവരെ ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് ശമൂവേല് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ശമൂവേൽ ഒരു സാധാരണ പ്രവാചകനായിരുന്നില്ല. ദൈവത്തോട് വളരെ ക്ലോസ് ആയ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഒന്നും കൂടെ ഒന്ന് കയറ്റിവിടാനല്ല. ഇന്നത്തെ പ്രവാചകന്മാരാണെങ്കിൽ പറയും ഒന്നും കൂടെ ഒന്ന് പരിശോധിക്കാം, ഒന്നും കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയും. പക്ഷെ ശമൂവേൽ ദൈവശബ്ദം വ്യക്തമായി കേട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം ചോദിക്കുന്നത് ആ ചോദ്യം ഇന്ന് നമുക്ക് ചോദിക്കാൻ ധൈര്യമുള്ളൊരു ചോദ്യമല്ല. ഒരപ്പൻ 7 മക്കളെ മുന്നിൽ കൂടെ കൊണ്ടുവിടുമ്പോൾ ഇനി ചോദിക്കാൻ പോകുന്ന ആ ചോദ്യം 16-ാം അധ്യായത്തിൽ 1 ശമൂവേൽ 16 കാണുന്ന ആ ചോദ്യം നമുക്കൊന്നും ചോദിക്കാൻ ധൈര്യമില്ല. അത് ചോദിച്ചാൽ വേറെ അർത്ഥതലങ്ങളാണ് ഉണ്ടാകുന്നത്. എങ്കിലും അദ്ദേഹം ചോദിച്ചു, നിന്റെ മക്കൾ എല്ലാവരുമായോ, നിന്റെ പുത്രന്മാരെല്ലാവരുമായോ? ഒരു പ്രവാചകന്റെ മുമ്പിൽ തന്റെ മക്കളെ മുഴുവൻ നിരത്തി വെക്കുന്ന മനുഷ്യനോട് പറയുക, നിന്റെ മക്കൾ എല്ലാവരുമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമില്ല, ഇശായി, നിന്റെ ഒരു മകനെ ദൈവം രാജാവായി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീ എന്റെ മുമ്പിൽ 7 പേരെ നിരത്തി വെക്കുമ്പോൾ ഇവരാരുമല്ല എന്ന് ദൈവം എന്നോട് പറയുമ്പോൾ അത് നിന്റെ മക്കളിൽ ഒരാളാണ് ഈ രാജാവായി വരേണ്ടതെന്ന് ദൈവം എന്നോട് പറഞ്ഞിരിക്കെ അതിന്റെ അർത്ഥം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന നിന്റെ മുമ്പിൽ എന്റെ മുമ്പിൽ നീ വെളിപ്പെടുത്താതെ നീ ഒതുക്കി വെച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിലെ രഹസ്യമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ചോദിക്കട്ടെ, നിനക്കിനി മകനുണ്ടോ? നിന്റെ മക്കളിൽ എല്ലാവരും ഉണ്ടോ?
ഇശായിക്ക് തുറന്നു പറയേണ്ടതായിട്ടൊന്നും ഇല്ല, ഒരാൾ കൂടെ ഉണ്ട്, പക്ഷെ അവൻ കാട്ടിലാണ്. ശമൂവേലിന് ഉറപ്പായി, അതെ, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തിത്വം, മറഞ്ഞിരിക്കുന്ന ആ വ്യക്തിത്വം, അവനാണ് യഥാർത്ഥമായ ഇസ്രായേലിന്റെ രാജാവെന്ന് മനസ്സിലാക്കി. ഇന്ന് രാത്രി ഞാൻ ഈ ഭാഗങ്ങളെ പറയുമ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അപ്പൻ മൈൻഡ് ചെയ്യാതിരുന്നാൽ, അമ്മ മൈൻഡ് ചെയ്യാതിരുന്നാൽ, അതെ, സഭ മൈൻഡ് ചെയ്യാതിരുന്നാൽ, ലോകത്തിൽ എല്ലാവരും കൂടെ നിങ്ങളെ ഒതുക്കി ഒരു മൂലയിൽ ഒതുക്കി നിങ്ങൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഒരു 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 മടങ്ങിവരവ് ഉണ്ടാവില്ല. നിങ്ങളെ ആരും, അതെ, ചിലരുണ്ടല്ലോ, എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിങ്ങളെ ഉയർത്താം, ഞാൻ പറയുന്ന അനുസരിച്ച് നടന്നാൽ ഞാൻ നിങ്ങളെ ഉയർത്താം എന്ന നിലകളിലൊക്കെ ഇന്ന് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ആളുകൾ പറയുന്നു. പക്ഷെ ഓർക്കണം, ഇതാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. അത് ദൈവം ഒരുത്തനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് വലിയ അറയ്ക്കകത്ത് അവനെ മറച്ചു വെച്ചാലും, ഏത് പറ കൊണ്ട് മൂടിക്കളഞ്ഞാലും, ഏത് കൊട്ട കൊണ്ട് അടച്ചിട്ടാലും ദൈവം ആ സാഹചര്യത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അതേ ചിലർക്കെങ്കിലും ഒരു സ്തോത്രം പറയാൻ കഴിയുന്നെങ്കിൽ അതെ, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിലും, അതെ, ലോകത്തിൽ ഇന്ന് അതെ നിങ്ങൾക്ക് ഒരു കഴിവോ ഒരു പ്രാപ്തിയോ ഒരു ജ്ഞാനമോ ഇല്ലെങ്കിലും, അതെ, നിങ്ങൾ തന്നെ നിങ്ങളെ അതെ വട്ടം വരച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട്, ഇല്ല, എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞു വെച്ചാലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. അത് ഏറ്റവും തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പൊക്കിയെടുത്ത് രാജകൊട്ടാരത്തിൽ ദാവീദിനെ ഇരുത്താൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, അത് ഇന്നലകളിൽ ജീവിച്ചിരുന്ന ഒരു ദാവീദിന്റെ ചരിത്രം മാത്രമല്ല, ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഞാനിത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നീട് കേൾക്കുന്ന അവസ്ഥയിലാണ്, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും ആ സാഹചര്യങ്ങളിൽ നിന്ന്, ആ ഇരുട്ടിന്റെ അനുഭവങ്ങളിൽ നിന്ന്, ആ പരാജയത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന് മാനിച്ചുയർത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ദൈവമേ, കർത്താവേ, രക്ഷക എന്ന് വിളിച്ച് ആരാധിക്കുന്നതെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. അതേ, ദാവീദിനെ ദൈവം അങ്ങനെ കൊണ്ടുവന്നു. ദാവീദ് ദൈവത്തോട് ചേർന്ന് നടന്നു. അതെ, പിറ്റേ ദിവസം രാവിലെ, ഈ അഭിഷേകം കിട്ടിയതിന്റെ പിറ്റേ ദിവസം രാവിലെ ദാവീദ് ആടിനെ തിരുന്ന് തന്നെ പോയി കാണും. കാരണം ദാവീദ് ഒരുപക്ഷെ, ഞാനിങ്ങനെ ഭാവനയെ കാണുകയാണ്, ഇശായിയുടെ വീട്ടിൽ, തന്റെ അപ്പന്റെ വീട്ടിൽ രാവിലെ ഞാൻ രാജാവാകുകയാണല്ലോ, ദൈവം എന്നെ രാജാവാക്കുന്ന എന്റെ അപ്പന്റെയും ചേട്ടന്മാരുടെ എല്ലാം മുന്നിൽ വെച്ചിട്ട് ആ അഭിഷേകതയിലോ എന്റെ മേൽ വീണല്ലോ, അതുകൊണ്ട് ഇനി എനിക്ക് ആടിനെ തീറ്റേണ്ടി വരില്ല എന്ന് ഒരുപക്ഷെ ദാവീദ് ചിന്തിച്ചു കാണും. പക്ഷെ ഇശായി അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം ഇശായി ചിന്തിക്കുന്നത് പ്രവാചകൻ എന്തോ ഒരു തെറ്റുപറ്റി. കാരണം അദ്ദേഹം വിചാരിക്കുന്ന ഇങ്ങനെ, പ്രവാചകനാണെങ്കിൽ തന്നെയും ചിലപ്പോഴെന്തെങ്കിലും ഒരു കൈപ്പിഴ വന്നേക്കാം. എന്റെ മൂത്ത മകനായിരിക്കുന്ന, രണ്ടാമത്തെ മകനായിരിക്കുന്ന, മൂന്നാമത്തെ മകനായിരിക്കുന്ന ഈ യോഗ്യന്മാർക്ക് ആർക്കുമില്ലാതെ, ഒരു കഴിവില്ലാതെ ഇസ്രായേലിലെ രാജാവാണ്. രാജാവിന് മിനിമം ചില ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആടിനെ മാത്രം തീറ്റാൻ അറിയുന്ന ഒരുത്തൻ എങ്ങനെ രാജാവായി തീരും? ഇശായി, താങ്കൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ അതേ ദൈവം ഒരു വഴി വെട്ടും. താങ്കൾ വഴി വെട്ടണ്ട. താങ്കൾ അവനെ കാട്ടിലേക്ക് തന്നെ വിട്ടോ, താങ്കൾ പിന്നെയും അവനെ ആ ആടിനെ തിരുന്നെടുത്തൊക്കെ തന്നെ വിട്ടോ. എന്നാൽ എന്റെ ദൈവം ഒരു വഴി വെട്ടും. നോക്കുക, ഇശായിയുടെ മൂത്ത മക്കൾക്ക് അവർക്ക് രാജകൊട്ടാരത്തിലൊന്നും ഓടിച്ചെല്ലാൻ പറ്റത്തില്ല. അവർ സാധാ പട്ടാളക്കാരാ. പക്ഷെ രാജകൊട്ടാരത്തിലേക്ക് ഒരു നേരിട്ടൊരു വഴിയാ എന്റെ ദൈവം അതേ ദാവീദിനു വേണ്ടി വെട്ടുന്നത്. നാം കാണുന്നു തുടർന്നുള്ള അധ്യായങ്ങളിൽ, 1 ശമൂവേലിന്റെ തുടർന്നുള്ള അധ്യായത്തിൽ നാം കാണുന്നു, ശൗലിനൊരു ഭൂതം വരികയാണ്, ശൗലിന്റെ മേലൊരു ദുരാത്മാവ് വരികയാണ്. ശൗലിന് തന്നെ അതറിയാം. ആ സന്ദർഭത്തിൽ ആ ദുരാത്മാവ് മാറണമെങ്കിൽ അതേ ഒരു സംഗീതോപകരണം വായിക്കണം. അത് വായിച്ചാൽ മാത്രമേ ആ ദുരാത്മാവ് വിട്ടുപോകത്തുള്ളൂ. എന്നാൽ ആ സംഗീതോപകരണം ഒരു വീണയായിരുന്നില്ല, ഒരു തമ്പുരുവായിരുന്നില്ല, ഒരു മദ്ദളമായിരുന്നില്ല, മറിച്ച് അത് കിന്നരമാണ്. കിന്നരം വായിച്ചാലേ ഈ ബന്ധനം അഴിഞ്ഞു പോകത്തുള്ളൂ. അതുകൊണ്ട് ശൗലിന്റെ ഭൃത്യന്മാർ പറയുന്നു, കിന്നര വായനയിൽ നിപുണനായ ഒരാളെ അന്വേഷിക്കാൻ. നോക്കുക, എന്തുകൊണ്ടാണ് ഈ കിന്നരം? അതെ, ആ കിന്നരം എന്ന ആയുധം, ആ കിന്നരം എന്ന ആ സംഗീത ഉപകരണം തിരഞ്ഞെടുക്കാനുള്ള കാരണം ആ രാജ്യത്ത് വീണക്കാരില്ലാഞ്ഞിട്ടല്ല, ആ രാജ്യത്ത് തമ്പുരു വായിക്കുന്നവരില്ലാഞ്ഞിട്ടല്ല. എന്നാൽ ദാവീദ് വായിക്കുന്ന ഉപകരണം കിന്നരമാണ്. അതിന്റെ അർത്ഥം എന്താ?
ദാവീദിന്റെ കിന്നരവായനത്തിന്റെ പ്രബല കൊണ്ടല്ല, അല്ലെങ്കിൽ ദാവീദിന്റെ കിന്നരവായനത്തിന്റെ കഴിവ് കൊണ്ടല്ല, അല്ലെങ്കിൽ ദാവീദ് വായിക്കുന്ന മറ്റെല്ലാ സംഗീത വിദുഷികളെക്കാളും ഒക്കെ മിടുക്കനായിട്ട് ഒന്നുമല്ല. മറിച്ച് ദാവീദിനെ കൊട്ടാരത്തിലേക്ക് വരുത്താൻ ദൈവം ഒരുക്കിയ ഒരു വഴിയായിരുന്നു ആ കിന്നരവായനയിലെ നൈപുണ്യം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം വളരെ ചെറുതായിരിക്കാം, നിങ്ങളുടെ കയ്യിലുള്ള താലന്ത് വളരെ കുറവായിരിക്കാം. പക്ഷെ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുമ്പോൾ, എൻ്റെ ദൈവം ഞാൻ പറയുമ്പോൾ അത് നിങ്ങളുടെ കൂടെ ദൈവമാണ്, നിങ്ങളുടെ കൂടെ പിതാവാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, അത് നിങ്ങളുടെ കൂടെ ദൈവമാണ്. ഞാൻ എൻ്റെ ദൈവം എന്ന് ഞാൻ പറയുമ്പോൾ അവൻ എൻ്റെ മാത്രം ദൈവമല്ല, എൻ്റെ മാത്രം രക്ഷകനല്ല, നിങ്ങളുടേതും കൂടെയാണ്. ആ ദൈവം നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള ആ ചെറിയ താലന്തുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി വെട്ടാൻ ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇനി ഒരു താലന്തും ഇല്ലെന്ന് വെച്ചു, ഇന്നലകളിൽ നിങ്ങൾക്ക് ഒരു കഴിവില്ലെന്ന് വെച്ചു, അസാധാരണമായ ബുദ്ധി, അസാധാരണമായ ജ്ഞാനവൈഭവം എൻ്റെ ദൈവം നിങ്ങൾക്ക് തരും. ദാവീദിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇശ്ശായി വഴി വെട്ടണ്ട, ചേട്ടന്മാർ വഴി വെട്ടണ്ട, ചേട്ടന്മാരുടെ റെക്കമെൻഡിലൊന്നും ദാവീദ് കൊട്ടാരത്തിൽ ചെല്ലണ്ട. എന്റെ ദൈവം വഴിവെട്ടും. ദൈവത്തിന്റെ അഭിഷേകം ഒരുത്തന്റെ മേൽ വന്നാൽ പിന്നെ ആ അഭിഷേക തൈലം വീണവൻ പേടിക്കണ്ട. പിറ്റേ ദിവസം രാവിലെ കൊട്ടാരത്തിലേക്ക് പോകണ്ട. സമയമാകുമ്പോൾ അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന്, ദൈവത്തിന്റെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ട, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീനെന്ന് പത്രോസ് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 പത്രോസ് 5 രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. തീർച്ചയായും ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ആ വഴി വിട്ടും. ദാവീദിന്റെ ജീവിതത്തിൽ അത് ചെയ്തു. ദാവീദ് ശൗലിന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. ആ സംഭവങ്ങളൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഗോലിയാത്തിനെ വീഴ്ത്തുന്നു. ശൗലിന്റെ സൈന്യാധിപനാകുന്നു. അവസാനം ദൈവത്തിന്റെ വഴികളിലൂടെ തന്നെ, സ്വന്തം ജഡത്തിന്റെ വഴികളൊന്നും ദാവീദ് ഉപയോഗിക്കുന്നില്ല, ആ ദൈവത്തിന്റെ വഴികളിലൂടെ തന്നെ ഒരു സമയം വരുമ്പോൾ ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി ദാവീദ് അഭിഷക്തനായി തീരുന്നു, അഭിഷേകം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ദാവീദ് രാജാവായി തീരുന്നു. അപ്പൊ നാളിതുവരെ ദാവീദിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ ദൈവത്തോട് ചേർന്ന് നടന്ന, ദൈവത്തിനെ സ്തുതിക്കുന്ന, എല്ലാ കാര്യത്തിലും ദൈവാലോചന കേൾക്കുന്ന ദാവീദിന് ഇപ്പോഴെന്താ ദൈവത്തോട് ആലോചന ചോദിക്കാൻ ഒരു വൈമനസ്യം? ഇത് എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം, സംഭവിച്ചു കഴിഞ്ഞിരിക്കാം. പക്ഷെ എന്തിനാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വേദപുസ്തകം ആരെയും മറച്ചു വെക്കുന്നില്ല. കുറെ പുണ്യവാളന്മാരുടെ ചരിത്രം മാത്രമല്ല എഴുതി വെച്ചിരിക്കുന്നത്, ചില ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാരുടെ ചരിത്രം മാത്രമല്ല, അവരുടെ നന്മകൾ മാത്രമല്ല. ഇവിടെ ഒന്നും മറച്ചു വെക്കാനില്ല, എല്ലാം തുറന്നെഴുതിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? പിന്നാലെ വരുന്ന ഞാനടക്കമുള്ള, നിങ്ങളടക്കമുള്ള ആളുകൾക്ക് തെറ്റുകൾ പറ്റാതിരിക്കാൻ. അവർ ചെയ്ത തെറ്റുകളെല്ലാം ഞാനും ചെയ്യുമെന്ന് പറയാനല്ല. അവർക്ക് തെറ്റുകൾ പറ്റി, അവർക്ക് വീഴ്ചകൾ പറ്റി, എന്നാൽ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച, ഭക്തന്മാരുടെ ജീവിതത്തിലൊന്നുമായി പരാജയം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. അതിനാണ് ദൈവത്തിന്റെ വചനം ഞാൻ വായിക്കേണ്ടത്, അതിനാണ് ഞാൻ ദൈവത്തിന്റെ വചനം ധ്യാനിക്കേണ്ടത്. ദൈവവചനത്തിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ വന്ന നന്മകൾ ഞാൻ പിന്തുടരുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്ന തിന്മകളുടെ കാരണമെന്താ, അവരുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളുടെ കാരണമെന്താ, അത് മനസ്സിലാക്കി തിരുത്താൻ ഞാനും നിങ്ങളും സദാസമയം ജാഗരൂകരായിരിക്കണം. ഇവിടെ ദാവീദ് അങ്ങനെ എണ്ണാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചതല്ല. പക്ഷേ ദാവീദിന് സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഒരു മറുവാക്ക് കേൾക്കേണ്ടതായിട്ട് വന്നു. തുടർന്നുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തന്റെ അടുത്ത ബന്ധുവായിരിക്കുന്ന, അപ്പോൾ തന്നെ തന്റെ സൈന്യാധിപനായിരിക്കുന്ന യോവാബ് പറയുന്നുണ്ട്. തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, രാജാവേ, നമ്മൾ എന്തിനാണ് എണ്ണുന്നത്? ഇസ്രായേലിനെ ദൈവം ഇനിയും 100 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കട്ടെ, നമ്മൾ എണ്ണണ്ട. ദൈവം എല്ലാ കാലത്തും ഭക്തന്മാർ വീഴുമ്പോൾ, ഭക്തന്മാർ പരാജയപ്പെടുമ്പോൾ, ഭക്തന്മാരുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ദൈവം ചില പ്രൊട്ടക്ഷൻ അവർക്ക് നൽകും. ദൈവത്തിന് ആര് വേണമെങ്കിലും ഉപയോഗിക്കാൻ കേട്ടോ, ദൈവം ആര് വേണമെങ്കിലും ഉപയോഗിച്ചിട്ടുമുണ്ട്.
ബെലയാം എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ദൈവവഴി വിട്ടു പോയപ്പോൾ ഒരു കഴുതയുടെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കഴുതയുടെ വായി തുറന്ന് ദൈവം സംസാരിച്ചു നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അയാളത് കേട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഏലിയാവ് എന്ന് പറയുന്ന ദൈവദാസന് വേണ്ടി കെരീത്തിന്റെ സ്ഥലത്ത്, കെരീത്തിൽ ആ തോടിന്റെ അരികിൽ ആഹാബ് എന്ന് പറയുന്ന രാജാവ് അവനെ തേടി നടക്കുമ്പോൾ അവൻ ആഹാരം കൊടുക്കുവാനുള്ള വഴികളെല്ലാം ആഹാബ് എന്ന് പറയുന്ന രാജാവ് അടയ്ക്കുമ്പോൾ കാക്കയെ, മറ്റുള്ളവർ ഇന്ന് തട്ടിപ്പറിക്കുന്ന കാക്കയെ, കള്ളനായ കാക്കയെ, കള്ളനെന്നല്ല എങ്കിലും നമ്മുടെ കഥകളിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് നെയ്യപ്പം തട്ടിയെടുക്കുന്ന ഒരു കള്ള കഥാപാത്രമാണ് കാക്ക. പക്ഷെ ആ കാക്കയെ എന്റെ ദൈവം കൃത്യമായി ഏലിയാവിന് ആഹാരം കൊടുക്കാൻ ദൈവം ഉപയോഗിക്കുന്നത് 1 രാജാക്കന്മാർ 17 നമ്മൾ വായിക്കുന്നുണ്ട്. കഴുതയെ ഉപയോഗിക്കുന്നു ദൈവം, കാക്കയെ ഉപയോഗിക്കുന്നു. യോന എന്ന പ്രവാചകനെ നേരെ കൊണ്ടുവരുവാനായി ദൈവം മത്സ്യത്തെ ഉപയോഗിക്കുന്നു. പിന്നീട് നിനവയിലെ ജനത്തെക്കുറിച്ചുള്ള ആത്മഭാരം കൊടുക്കുന്നതിനായി ഒരു ആവണക്ക് കുത്തിക്കളയാൻ, അതിലൂടെ യോനയെ ഒരു പാഠം പഠിപ്പിക്കാൻ ദൈവം ഒരു പുഴുവിനെ ഉപയോഗിക്കുന്നതും നാം വേദപുസ്തകത്തിൽ, യോനയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തികളിൽ ഹെരോദാവ് എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ രാജാവ് തന്റെ പ്രസംഗം ആളുകൾ മുഖസ്തുതിക്കാര് ഇത് ദേവന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട്, ഇന്ന് അങ്ങനെയാണ് പലർക്കും ആഗ്രഹം. മുഖസ്തുതിക്കാർക്ക് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കവിവാക്യം പോലെ, ഞങ്ങളുടെ നേതാവിനെ പോലെ, ഞങ്ങളുടെ ലീഡറെ പോലെ വേറെ ആരുമില്ല, നിങ്ങളൊരു അസാധാരണക്കാരനാണെന്ന് പുകഴ്ത്തുന്ന ഒത്തിരി പേരുന്നുണ്ട്. അവർക്കൊക്കെയുള്ള മറുപടിയാ അപ്പോസ്തല പ്രവൃത്തികളിൽ 12-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഹെരോദാവിന് ഒരു കൂട്ടം ആളുകൾ പറയുക, ഞങ്ങൾ കേട്ട ഈ പ്രസംഗം ഒരു മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് ആർക്കുകയാണ്. ഇന്ന് പലയിടത്തും നമ്മൾ കാണുന്നത് സ്വന്തം പിണിയാളുകളെ വെച്ചുകൊണ്ട് ആർപ്പിടുകയാണ്, അങ്ങ് വിളിച്ചു പോവുകയാണ്. നേതാവിനോട് പറയുകയാണ്, നീ അത് ചെയ്യുക, നീ ഇത് ചെയ്യുക. ഞങ്ങൾ ബഹളമാണ്, ഭയങ്കര ബഹളമാണ്. എന്തിനാണ്? നേതാവ് ഏതാണ്ട് വലിയ സൂപ്പറാണ് എന്ന് കാണിക്കാൻ. സൂപ്പർ നാച്ചുറലാണ്, സാധാരണക്കാരൊന്നുമല്ല. ഈ സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിനോട് വിരോധമൊന്നുമില്ല. പക്ഷെ ഈ ദേഹത്ത് കുത്തുമ്പം അല്ലെങ്കിൽ മുറിവേറ്റ ചോര വരത്തില്ലേ, അത് നിലത്തൂടെ അല്ലേ നടക്കുന്നേ. ഈ നിലത്തൂടെ അല്ല നടക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, കാല് ചവിട്ടുമ്പോൾ ഇങ്ങനെ ഉയർന്നുയർന്നു പോകണേ, അതൊരു സൂപ്പർ നാച്ചുറലാണ്. സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന കുറെ സൂപ്പർ നാച്ചുറൽ എന്ന് വിളിച്ചു പോകുന്നതിലല്ല കാര്യമുള്ളത്. യേശു കർത്താവിനെ പോലെ പ്രവർത്തിക്കാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഒരു പക്ഷേ നമുക്കങ്ങനെ സൂപ്പർ നാച്ചുറൽ എന്ന് പറയാം. പക്ഷെ ഞാൻ പറയട്ടെ, സാധാരണ വ്യക്തികൾ വെറുതെ സൂപ്പർ നാച്ചുറൽ എന്ന് 50,000 പേരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ, കുറെ പിണിയാളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഓർക്കണം, ഹെരോദാവും അത് പറഞ്ഞതാ, പറയിപ്പിച്ചതാ. ഇല്ലെങ്കിൽ സംശയമുണ്ടേ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ അവസാന ഭാഗം വായിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദേവന്റെ ശബ്ദമാണെന്ന് ഒരു കൂട്ടം ആളുകൾ മുഖസ്തുതിക്കാൻ ആർത്തപ്പോൾ അത് കേട്ട് ഞെളിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഹെരോദാവ് ചെയ്തിട്ട്. അവിടെ അവനെ കൃമിയെ വെച്ച്, അവൻ കൃമിക്കിരങ്ങി, ഒരു ദൂതൻ അവനെ അടിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു എന്നാണ്. ഇന്ന് രാത്രി സ്വയം പൊങ്ങികളായി സ്വന്തം അനുയായികളെ വെച്ചുകൊണ്ട് ഞങ്ങൾ ദേവന്മാരാണ്, ഞങ്ങൾ സംതിങ് ബെറ്റർ ആണ് മറ്റുള്ളവരെക്കാണെന്ന് അഭിനയിക്കുന്ന ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, അവർക്ക് തന്നെ അറിയാം അവർ സാധാരണക്കാരാണ്. പക്ഷെ ഇന്ന് വിളിച്ചു പറയാൻ ആരുമില്ല. ഇന്ന് ആളുകളെ മയക്കുവെടി അടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ദൈവകോപം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുറെ ആളുകളെ ഭയപ്പെടുത്തി ഭീരുക്കളാക്കി. കാരണം ഖനമില്ലാത്ത, അകത്തൊന്നുമില്ലാത്ത പൊങ്ങുതടികളായിരിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സത്യം ഇന്ന് മറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് പലയിടങ്ങളിലും അടിമത്തമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ സുവിശേഷം പ്രഖ്യാപിക്കുമ്പോഴും ഒരുതരം ഭയം ജനഹൃദയങ്ങളെ ഭരിക്കുന്നു. നിങ്ങളുടെ ദേവാലയത്തിൽ, നിങ്ങളായിരിക്കുന്ന ആലയത്തിൽ നിങ്ങൾക്ക് അകത്തിരിക്കുന്നത് സന്തോഷമാണോ അതോ മൂടി പൊതിഞ്ഞ്, സന്തോഷം പുറമേ ഉണ്ട് പക്ഷെ ഒരു ഭയം, എനിക്ക്
കൈ കൊടുക്കാൻ അവകാശമില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ അവകാശമില്ല, എനിക്ക് ഇങ്ങോട്ട് പോകാൻ അവകാശമില്ല, ഞാൻ അവിടെ പോയ കുഴപ്പം, ഇവിടെ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു ഭയം നിങ്ങളുടെ അകത്തിരിക്കുന്നെങ്കിൽ അതൊരു ദേവാലയമല്ല, അതേതോ കള്ളന്റെ ഗുഹയാണ്. അതെവിടെയാണെങ്കിലും അതെ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് പറയുന്നത് അതെ ഏതെങ്കിലും പ്രത്യേക ആചാരത്തിനകത്ത് കുടുങ്ങുന്നുള്ളതല്ല. സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. അനുസരണക്കേടല്ല അതിന്റെ അർത്ഥം, അനുസരണക്കേട് കാണിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ അകത്ത് ഭയമാണ് എന്നെ ഭരിക്കുന്നതെങ്കിൽ, ഏതൊക്കെയോ വലിയ ഭീരുത്വമാണ് എന്നെ ഭരിക്കുന്നതെങ്കിൽ സാക്ഷാൽ കർത്താവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവ് കാക്കയെ ഉപയോഗിച്ചു, അതേ കഴുതയെ ഉപയോഗിച്ചു, പുഴുവിനെ ഉപയോഗിച്ചു, മത്സ്യത്തെ ഉപയോഗിച്ചു, കൃമിയെ ഉപയോഗിച്ചു. ഇവിടെ യോവാബിനെ ഉപയോഗിക്കുകയാണ്. ദാവീദിനെ യോവാബ് സങ്കീർത്തനം എഴുതിയിട്ടില്ല. യോവാബ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നില്ല. അവൻ സാധാ ഒരു സൈന്യാധിപൻ മാത്രമാണ്. എങ്കിലും ഭക്തനായ ദാവീദ് തെറ്റ് ചെയ്യുമ്പോൾ, അതേ ദൈവാലോചനയില്ലാതെ ജനത്തെ എണ്ണുവാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ തോന്നലുണ്ടാകുന്നത്? എൻ്റെ കൂടെ എത്ര പേരുണ്ടെന്ന് എനിക്കൊന്ന് അറിയണം, ഞാൻ ഏതാണ്ട് ആളാണ്, ഞാൻ ഏതാണ്ടൊക്കെ ആയി എന്നൊരു തോന്നൽ, ഒരു നിഗളം നല്ലതല്ല. ഇന്ന് രാത്രി പറയുന്ന എനിക്കാകട്ടെ, കേൾക്കുന്ന നിങ്ങൾക്കാകട്ടെ, നിഗളം നല്ലതല്ല, അഹങ്കാരം നല്ലതല്ല. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ എൻ്റെ അകത്തിരിക്കുന്ന നിഗളങ്ങൾ പൂർണ്ണമായി എല്ലാ നിഗളവും മാറി ഒരഞ്ഞ് തേഞ്ഞ ഒരു ഭക്ത ശൃംഖല പ്രാപിച്ച ഒരാളല്ല നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത്. മാനുഷികമായ ബലഹീനതകൾ, കുറവുകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനിത് പറയുമ്പോൾ ആ വചനം ഇരുവായത്തിലുള്ള വാളാണ്. അത് എന്നെ കൂടാ പറയുന്നത്. എൻ്റെ അകത്ത് മുറിച്ചു കളയേണ്ടത്, എൻ്റെ അകത്ത് കീറിക്കളയേണ്ടത്, എൻ്റെ അകത്ത് ഉരച്ചു കളയേണ്ടത് തീർച്ചയായിട്ടും അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട്, ഞാൻ പറയുന്ന വാക്കുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ, കുറവുകൾ, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിങ്ങൾ നേരെയാകുമ്പോഴും ഒരിക്കൽ കർത്താവിന്റെ ന്യായാസന കോടതിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അത് ഞാൻ പറയുക, കർത്താവെ, ഞാൻ ഇത്ര പേരെ ഞാൻ നിന്റെ സന്നിധി കൊണ്ടുവന്നു, പക്ഷെ കർത്താവിനോട് പറയും, നിന്നെ ഞാൻ അറിയുന്നില്ല, നീ പറഞ്ഞെങ്കിലും നീ നേരെയായില്ലല്ലോ. അതുകൊണ്ട് നോക്കുക, ഞാനിത് പറയുന്നത് കൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല, ഞാൻ പെർഫെക്റ്റ് ആയിരിക്കുന്നു, അതേ നിങ്ങളാണെല്ലാം ചെയ്യേണ്ടത്. ഇല്ല, എന്നോട് കൂടെ തന്നെയാണ്. എൻ്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന ഈ വചനം എന്നെയും കൂടെ ന്യായം വിധിക്കുന്നു, എന്നെയും കൂടെ അത് ഒരു ജഡ്ജ്മെന്റിന്റെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തുന്നു എന്നുള്ളത് ഞാൻ മറന്നു പോകാൻ പാടില്ല. യോവാബ് ദാവീദിനോട് പറഞ്ഞു, എന്തിനാ അത് ചെയ്യുന്നത്? പക്ഷേ അടുത്ത വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, അതെ, എന്നാൽ യോവാബ് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. ബൈബിൾ എല്ലാം ഒന്നും തുറന്നെഴുതുന്നില്ല. അനുസരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ദാവീദ് രാജാവിന്റെ മറ്റൊരു മുഖം അവിടെ വെളിപ്പെടുത്തുകയാണ്. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയത്തുള്ളൂ എന്ന് ഒരു മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. കാരണം ചിലർക്ക് രാത്രി പനി വരും, ചൂടടിക്കും. പകലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ രാത്രി ചിലപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. അതിൽ കൂടെ താമസിക്കുന്ന ആൾക്കേ അത് മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ കൂടെ ബെഡിലുള്ളവർക്കേ മനസ്സിലാവത്തുള്ളൂ. എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്നവർക്ക് പല പുണ്യവാളന്മാരുടെയും പല ഭക്തന്മാരെന്ന് വലിയ, ഇപ്പൊ എൻ്റെ വീട്ടിൽ, ഇപ്പൊ എൻ്റെ മകൻ എൻ്റെ കൂടെ ഇരുന്ന് ഈ വീഡിയോ അവന് എടുത്തുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗത്ത് നിന്ന് അവൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ആരാണെന്ന് എൻ്റെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു കാര്യം അറിയാം. അപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ വലിയ ആളുകളെ മനസ്സന്തരം നയിക്കുന്ന ആളാണ്, അതാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ഞാൻ വലിയതായിട്ട് തോന്നിയാലും എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൂടെ താമസിക്കുന്നവർക്ക് അവർക്ക് എൻ്റെ ബലഹീനതകളും എൻ്റെ വീഴ്ചകളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. അവർക്കൂടെ ഒരു സാക്ഷ്യം പറയാൻ കഴിയുന്നില്ലെങ്കിൽ അതെ, ഞാൻ എല്ലാവരുടെയും മുന്നിൽ മിടുക്കനാന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ദാവീദ് രാജാവിന്റെ മറ്റൊരു മുഖമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അവിടെ എന്തിനുണ്ടാ ദൈവജനത്തിനകത്ത് ദൈവാത്മാവ് അങ്ങനെ എഴുതിപ്പിച്ചത്? യോവാബിന് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു എന്ന്. എന്താ അതിനർത്ഥം? ദാവീദ് ഒരു പക്ഷെ പറഞ്ഞു കാണും, ഞാനാണ് രാജാവ്, നീ വെറും ചോട്ട പട്ടാളക്കാരൻ മാത്രമാണ്. ഞാൻ ഒരിക്കലും ഒരാൾ പറയുന്ന ഇങ്ങനെ കേട്ടു, ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു നേതാവ് പറയുകയാണ്, ഒരു അനുയായിയോട് പറയുന്നത്, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെ, അതെ, SI ഉള്ളപ്പോ കോൺസ്റ്റബിൾ സംസാരിക്കണ്ട,
ഈ പറഞ്ഞ ആൾ SI അല്ല, ഈ കേട്ട ആൾ കോൺസ്റ്റബിളും അല്ല. മറ്റൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാ. ഒന്നും അല്ലെങ്കിൽ ദൈവിക വഴികളിലൂടെ തന്നെ ജീവിക്ക് പോകുന്ന ആളാ. അങ്ങനെ ജീവിക്കേണ്ടവരാ. നേതാവിന് പറ്റിയ ഒരു തെറ്റ് അല്ലെങ്കിൽ കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ശരി, ഓക്കെ, ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഞാനൊന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ, ഞാനൊന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, അതാണ് മറുപടി പ്രതീക്ഷിക്കുന്നത്. ഇല്ലില്ല, എന്നെ തിരുത്താൻ നീ ആളായിട്ടില്ല, ഞാൻ SI ആണ്, നീ കോൺസ്റ്റബിൾ ആണ്. ആ പറയുന്ന നിലകളിലേക്ക് അത് മാറുന്ന ഒരു കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കുന്നത്. ദാവീദും അത് ചെയ്ത് കാണണം. ദാവീദ് പറഞ്ഞു കാണണം, അതെ യോവാബേ, നീ പട്ടാളക്കാരനാ, നീ എന്റെ സേനാധിപതിയാ. നാളെ കഴുത്തിന് മീതെ തലയിരിക്കണമെങ്കിൽ ഞാൻ രാജാവാ, എനിക്ക് വേണമെങ്കിൽ അടുത്ത നിമിഷം നിന്നെ കൊല്ലാൻ കഴിയും. ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യെങ്കിൽ കഴുത്തിന് മീതെ തലയിരിക്കത്തില്ല. അല്ലെങ്കിൽ എന്റെ ശമ്പളം കൊണ്ടാണ് നീ ജീവിക്കുന്നത്, ഇന്ന് കണക്ക് തീർത്ത് പൊക്കോ. ആ ചോദ്യത്തിന് മുമ്പിൽ യോവാബിന് പിടിച്ചു നിൽക്കാനായില്ല. കാരണം യോവാബ് ദാവീദിന്റെ കൂടെ ജീവിക്കുമ്പോൾ യോവാബിന് അറിയാം ദാവീദ് രാജാവിന് പറ്റുന്ന തെറ്റ്, ദാവീദ് രാജാവ് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ കിട്ടുന്ന നന്മ. അവൻ നിലയിൽ യോവാബ് പലതും പഠിച്ചു. നമ്മൾ പലരും ചിന്തിക്കുന്നത് നമുക്ക് മാത്രമേ ദൈവികമായ അറിവുള്ളൂ എന്നാണ്, നമുക്ക് മാത്രമേ ദൈവികമായ പ്രാപ്തികളും ഇല്ല. നമ്മളെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്, പലരും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്കെല്ലാം ചില ബോധ്യങ്ങളുണ്ട്. ആ നിലയിലാണ് യോവാബ് പറഞ്ഞത്, ദാവീദ് രാജാവേ, അങ്ങയുടെ ഈ പോക്ക് ശരിയല്ല. പക്ഷേ യോവാബിന് അനുസരിക്കേണ്ടി വന്നു. തിരുത്താൻ ദാവീദ് തയ്യാറായില്ല. തുടർന്ന് നാം കാണുന്നത് യോവാബ് വന്ന് കണക്ക് കൊടുക്കുന്നതായി കാണുവാൻ സാധിക്കും. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഈ കാര്യം ദൈവത്തിന് അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇസ്രായേലിനെ ബാധിച്ചു. ദാവീദ് ചെയ്ത ഈ കാര്യം ദൈവത്തിന് ഇഷ്ടമായിരുന്നില്ല. അതാണ് യോവാബിലൂടെ ദാവീദ് മനസ്സിലാക്കേണ്ടിയിരുന്നത്. ദൈവം യോവാബിലൂടെ സംസാരിക്കുകയായിരുന്നു. ഒരു പ്രവാചകൻ അത് പറയാൻ ഇല്ലാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ആ സന്ദർഭത്തിൽ അവിടെ ഇല്ലാതിരിക്കുമ്പോൾ ദൈവം ആ വഴി വിട്ടുമാറാൻ യോവാബിനെ ഉപയോഗിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാളിച്ചകൾ വരുമ്പോൾ ദൈവം മൗനമായി ഇരിക്കത്തില്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ചില ചൂണ്ടുപലകളെ, ചില വിരൽ ചൂണ്ടികളെ ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കത് കാണാൻ കഴിയാതെ പോയതാ. നമ്മളതിനെ അവഗണിച്ച് കളഞ്ഞതാ, നമ്മളതിനെ നിസ്സാരവൽക്കരിച്ച് കളഞ്ഞതാ, നമ്മളതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ ഇരുന്നതാ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ചില പരാജയങ്ങളൊക്കെ വന്നപ്പോൾ അതിനു മുമ്പ് ഒന്നുമല്ല ചില ദർശനങ്ങൾ, ഒന്നുമല്ലെങ്കിൽ ചില പ്രസംഗങ്ങൾ, ഒന്നുമല്ലെങ്കിൽ ചില വാക്കുകൾ, ചിലപ്പോൾ പക്ഷെ നമ്മുടെ കൂട്ടാളി അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആളുകൾ, നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ഉപദേശങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മളതിന് വേണ്ട വില കൊടുക്കാതെ വന്നപ്പോഴാണ്. അത് ഞാൻ പറഞ്ഞില്ല, സാരത്രേ ഉള്ളൂ. യോബിലൂടെ ദൈവം ദാവീദിനോട് സംസാരിച്ചു, ദാവീദ് കേട്ടില്ല. പക്ഷേ ജനത്തെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ജനത്തിന് പരാജയം സംഭവിക്കുക, ജനത്തിന് തകർച്ച സംഭവിക്കുക. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ദാവീദാണ് തെറ്റ് ചെയ്തത്, പക്ഷെ ജനത്തിനാണ് കുഴപ്പം സംഭവിച്ചത്. ഇവിടെ ഒരു ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കുഴപ്പം സംഭവിച്ച ആളുകളെല്ലാവരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആളുകളെല്ലാവരും കുഴപ്പക്കാരെന്നും പ്രതിസന്ധി ഒന്നും ഇല്ലാത്ത ആളുകൾ മിടുക്കരാണെന്നും അല്ല അതിനർത്ഥം. ഇവിടെ ദാവീദിന് പ്രതിസന്ധി ഇല്ല, ദാവീദിന് കുഴപ്പമില്ല. ദാവീദ് തന്റെ കൊട്ടാരത്തിൽ സുഖമായിട്ടിരിക്കുക. ജനമാണ് കുഴപ്പക്കാരായിട്ട് മാറുന്നത്. ഇത് കഴിഞ്ഞിരിക്കുക കേട്ടോ, ചലോ. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഉയർത്തിപ്പിടിക്കുക. ശരി, കാണുന്നുണ്ടോ അതിനകത്ത്? അപ്പൊ ജനമാണ് അത് ഇപ്പോ പ്രശ്നം അനുഭവിക്കുന്നത്. പക്ഷെ ഈ ജനത്തിൽ ആരെങ്കിലും കുഴപ്പക്കാരായിരുന്നോ എന്നും എനിക്കറിയത്തില്ല. അത് ദൈവവും അവരും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ ദാവീദ് പ്രത്യക്ഷത്തിൽ നോക്കുക, ദാവീദ് കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ കൊട്ടാരത്തിലിരിക്കുക. കഷ്ടത അനുഭവിച്ചത് ജനമാണ്. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നും കേരളത്തിൽ ഒത്തിരി വലിയ പ്രതിസന്ധി നമ്മൾ കടന്നുപോയി. ഒരു കൂട്ടം ചില ജില്ലകളിൽ ഇത് ബാധിച്ചില്ല, കുറെ ആളുകൾക്ക് ഇതിന് പ്രയാസം ഉണ്ടായില്ല. ഒരിക്കലും ചിന്തിക്കരുത് ഈ പ്രയാസമുണ്ടായ ആളുകളെല്ലാവരും കുറ്റക്കാരും, പ്രയാസം ഉണ്ടാകാതെ വീട്ടിൽ നിന്നുകൊണ്ട് ടിവിയിൽ നിന്നും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇത് കണ്ടുകൊണ്ട് സമാധാനത്തോടെ ഇരുന്നവരെല്ലാം മിടുക്കന്മാരും എന്ന് വിചാരിക്കരുത്.
ഇവിടെയും നമ്മളതാ കാണുന്നേ. ദാവീദിന് കുഴപ്പമില്ല, പക്ഷെ ജനത്തെ ദൈവം ബാധിക്കുകയാണ്. അവിടെ തുടർന്ന് നാം കാണുന്നത് എന്തുകൊണ്ടാണ് ദാവീദിനെ തന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം വിളിക്കുന്നു എന്നുള്ളതിന് അടുത്ത ഒരു തെളിവ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന കാര്യം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് പറയുക, ഞാൻ ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കും, ദാവീദ് എന്തോ ആരെങ്കിലും കൊന്നു, അല്ലെങ്കിൽ വലിയൊരു വ്യഭിചാരം ചെയ്തു, മറ്റുള്ള എന്തെങ്കിലും ആളുകളെ അപഹരിച്ചു? ഇല്ല. അതാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ദൈവ സാന്നിധ്യം വിട്ടുമാറുമ്പോൾ, ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് ചെറിയ ഒരു സ്ലിപ്പ് ഉണ്ടാകുമ്പോൾ ഞങ്ങളൊരു വലിയ വീഴ്ച വീണെന്ന് തോന്നുമ്പോഴാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ തോന്നുകയാണോ, ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ നീതിമാനാണ്, എനിക്കൊരു ചെറിയ കൈപ്പിഴ, ഒരു ചെറിയ ബലഹീനത. ഈ തോന്നൽ അപകടമാണ്. ദൈവസന്നിധി എന്നുള്ള ചെറിയ കോടിയുടെ അംശത്തിൽ ഒരംശം, ഒരു സ്ലിപ്പാണ് നമുക്ക് വരുന്നതെങ്കിലും എനിക്ക് വലിയ വീഴ്ചയാണ് പറ്റിയതെന്ന് സമ്മതിക്കുമ്പോഴാണ് നാം ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായിട്ട് മാറുന്നു. ഇവിടെ ലോകത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ വിധിക്കാൻ വിട്ടുകൊടുത്താൽ ദാവീദ് ഒരു വലിയ തെറ്റ് ചെയ്തു നമുക്ക് പറയാനില്ല. പക്ഷെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് പറയുക, ഞാൻ മഹാപാപം ചെയ്തിരിക്കും. ദൈവത്തിന് അത് ഇഷ്ടമായി, ദൈവത്തിന് ആ സമർപ്പണം ഇഷ്ടമായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾക്ക് ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കംപ്ലീറ്റ് ഒന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കും. ചില വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അതെ ദൈവത്തിന് മുമ്പിൽ അങ്ങ് പൂർണ്ണമായിട്ട്, കർത്താവെ ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, എനിക്ക് എവിടെയോ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, ഞാൻ വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്, എൻ്റെ ആരാധനയിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ വചനധ്യാനത്തിൽ, എൻ്റെ കൂടിവരവിൽ, എൻ്റെ കൂട്ടായ്മകളിൽ, എൻ്റെ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ, അത് എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ എനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കർത്താവെ എന്നങ്ങ് ആത്മാർത്ഥമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് പ്രസാദമാണ്. ഇവിടെ ദൈവം ഗാദ് എന്ന് പറയുന്ന പ്രവാചകനെ വിട്ടിട്ട് ദാവീദിനോട് പറയുകയാണ്. ദാവീദിന്റെ അടുത്ത് നേരിട്ട് ദൈവം ദാവീദിന് നല്ല ബന്ധമാണ്. പക്ഷെ ഇപ്പോൾ ദൈവ വഴിയിൽ നിന്ന് ദാവീദ് ഒത്ത് സ്ലിപ്പ് ചെയ്തിരിക്കുമ്പോൾ ദൈവം ദാവീദിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നില്ല. അതിനു പകരം തന്റെ ദർശകനായ ഗാദിനോട് ദൈവം സംസാരിക്കുകയാണ്. ദാവീദിന്റെ അടുത്ത് സംസാരിക്കാൻ ഗാദിനെ വിടുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തിന് യഥാർത്ഥത്തിൽ ദാവീദിനോട് കോപം വന്നാൽ നേരിട്ട് ദൈവത്തിന് പറയാം, ദൈവത്തിനങ്ങ് ചെയ്താൽ മതി. പക്ഷെ ദാവീദിന്റെ ഈ സമർപ്പണം ഉണ്ടല്ലോ, തനിക്ക് പറ്റിപ്പോയ ആ തെറ്റ് ഒരു വലിയ തെറ്റാണെന്ന് സമ്മതിച്ച് ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ഗാദിനെ വിട്ടിട്ട്, ഗാദെന്ന പ്രവാചകനെ വിട്ടിട്ട് ദാവീദിനോട് പറയുവാണ് ദൈവം, ഞാൻ 3 ഓപ്ഷൻ, ഞാൻ 3 കാര്യങ്ങൾ നിന്റെ മുമ്പിൽ വെക്കാം. നിന്റെ ഈ സമർപ്പണം മൂലം അതെ ഇതിലൊന്നും നിനക്ക് തിരഞ്ഞെടുക്കാം. നോക്കാം, മഹാദൈവത്തിന് തനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഭൂമിയിൽ ചെയ്യാൻ, തന്റെ ഭക്തന്റെ ജീവിതത്തിലാകട്ടെ അല്ലാതെ ലോകത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലാകട്ടെ എന്തെങ്കിലും ചെയ്യാൻ ആരുടെയും സമ്മതം ദൈവത്തിന് ആവശ്യമില്ല. എങ്കിലും അതേ തന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടവന്റെ മുമ്പിൽ ദൈവം വെക്കുകയാണ് 3 ഓപ്ഷൻ. ഇതിലൊന്നും നീ തിരഞ്ഞെടുത്തു. ദാവീദിന്റെ അടുത്ത് ഗാദി എന്ന് പറയുന്ന ഓപ്ഷനുകൾ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. പറയുന്നു 3 കാര്യങ്ങൾ വെക്കുന്നു. 1, 3 വർഷത്തെ ക്ഷാമം, അത് നിനക്ക് വേണമെങ്കിൽ തന്നെ എടുക്കാം. നിന്റെ രാജ്യത്ത് 3 വർഷത്തെ മഹാപട്ടിണി വരാൻ പോകും. അല്ലെങ്കിൽ ജനത്തെ വിട്ടേര്, അത് രാജ്യത്തെ മൊത്തത്തിലുള്ള വിട്ടേര്. 2-ാമത്തെ ഓപ്ഷൻ, 3 മാസം ശത്രുവിന്റെ വാൾ നിന്റെ പിറകിൽ വരും, നീ ഓടേണ്ടി വരും, വേണം. 3-ാമത്തെ ഓപ്ഷൻ, 3 ദിവസത്തെ ഒരു മഹാമാരി. മഹാമാരി എന്ന് പറയുമ്പോൾ മഴ എന്നർത്ഥം. എന്നാൽ ഇവിടെ മഴയല്ല തുറന്ന് കാണുന്നത്, വലിയൊരു രോഗം അല്ലെങ്കിൽ വലിയൊരു അനർത്ഥം. 3 ദിവസം ഏത് വേണം? ദാവീദ് 3-ാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അതിന് കാരണവും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. കാരണം 3 വർഷത്തെ ക്ഷാമം എന്ന് പറയുമ്പോൾ രാജാവാ, തനിക്ക് നേരിട്ട് ബാധിക്കണമെന്നില്ല തുടക്കത്തിൽ. പക്ഷേ ദാവീദിനറിയാം, അതുകൊണ്ടാണ് ദാവീദിന്റെ വെറും ആട്ടിടയനായിരുന്നു കേട്ടോ, ആടിനെ തീറ്റുന്ന തൊഴിലായിരുന്നു. പക്ഷെ അവന്റെ അകത്ത് ദൈവം ഒരു രാജാവിനെ കണ്ടിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഇതാണ് ഈ തീരുമാനത്തിൽ എന്തുകൊണ്ടാണ് ദാവീദ് അത് എടുക്കാത്തത്? 3 കൊല്ലത്തെ ക്ഷാമം ജനത്തെയാണ് നേരിട്ട് ബാധിക്കുന്നതെങ്കിലും രാജാവെന്ന നിലയിൽ ജനത്തിന്റെ വിഷയം പരിഹരിക്കുക എന്റെ ബാധ്യതയാണ്. ജനം പണ്ടൊരു രാജ്ഞി പറഞ്ഞു എന്ന് കേട്ട് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്.
ജനത്തിന് ബ്രെഡില്ല എന്ന് കരുതി എന്ന് ജനം ഭാരപ്പെടുമ്പോൾ ബ്രെഡില്ലെങ്കിൽ കേക്ക് വാങ്ങിച്ച് തിന്നു എന്ന് പറയുന്ന രാജ്ഞിയെക്കുറിച്ച്, അത് ഫ്രഞ്ച് വിപ്ലവ കാലത്തിലാണോ എന്തോ ഞാൻ ചരിത്രത്തിൽ എവിടെയോ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. ചരിത്ര സംഭവം ഞാൻ പറയാം. രാജ്ഞി പറയുകയാണ്, അതെ, ബ്രെഡില്ലെങ്കിൽ ബ്രെഡ് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോഴാ പറയുന്നത് കേക്ക്, കാരണം തനിക്ക് കേക്ക് തിന്നാനുണ്ട്. അങ്ങനെയുള്ള ആളുകളെ അല്ല. അവരൊന്നും രാഷ്ട്രതന്ത്രജ്ഞന്മാരായിട്ട് വരില്ല, രാജ്യതന്ത്രജ്ഞന്മാരുമായിട്ട് വരത്തില്ല. ദാവീദ് ആദ്യത്തെ ഓപ്ഷൻ ഉപേക്ഷിക്കുന്നതിന്റെ കാരണം അത് ക്ഷാമം ഫൈനലി ബാധിക്കുന്ന രാജാവിനെ തന്നെയാണ് എന്ന ബോധ്യം രാജാവിനുണ്ടായി. അതുകൊണ്ട് അത് വേണ്ട. രണ്ടാമത്തെ ഓപ്ഷൻ വ്യക്തിപരമാണ്. ജനത്തിന് പ്രയാസമില്ല, താൻ ഓടേണ്ടി വരും. ശൗലിന്റെ കാലത്ത് ഇറങ്ങി ഓടിയതായ ആ ദാരുണമായ അനുഭവങ്ങൾ അതേ ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. ഇനിയൊരു ഓട്ടത്തിന് ഞാൻ വയ്യ, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി കോസുകളിൽ ഓടി, ഇനി എനിക്ക് വയ്യ, 3 മാസമേ ഉള്ളെങ്കിൽ എനിക്ക് വയ്യ. മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ദാവീദ് ഒരു കാരണം പറയുന്നുണ്ട്. എന്റെ ദൈവത്തിന്റെ കയ്യിൽ തന്നെ ഞാൻ വീഴട്ടെ, അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ എന്ന് 13-ാമത്തെ വാക്യത്തിൽ. അതെ, ദൈവത്തെക്കുറിച്ചുള്ള ആ ഉറച്ച ബോധ്യം. എന്റെ പാപത്തിന്റെ ഫലമായി, എന്റെ പ്രയാസത്തിന്റെ ഫലമായി, എന്റെ ജീവിതത്തിൽ വന്നുപോയ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള അകൽച്ച മൂലമായി എന്റെ ദൈവം എന്നെ ശിക്ഷിക്കുമ്പോഴും അവനോട് കരുണയുള്ള ദൈവമാണ്. അതെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ വ്യസനിപ്പിച്ച് ദുഃഖിപ്പിക്കുന്നത്. ചില സന്ദർഭത്തിൽ ദൈവം ബാലശിക്ഷകൾ നമുക്ക് നൽകും. നമ്മളെ കൊന്നുകളയാനല്ല, നശിപ്പിക്കാനല്ല, നേരായ വഴിയിലേക്ക് കൊണ്ടുവരാനാണ്. ഈ ബോധ്യം ഒരു ഭക്തന് ദൈവത്തെക്കുറിച്ചുണ്ട്. ഇതെല്ലാം നശിപ്പിക്കുന്ന ഏത് ദൈവം എന്ന് വിളിച്ചു പറയത്തില്ല ഒരു ഭക്തനും. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായിക്കൂടെ വ്യാപരിക്കുന്നുവെന്ന് റോമർ 8:28 എഴുതിയിരിക്കുന്ന വെറുതെ അല്ല. ദൈവം ചെയ്യുന്നതിന്റെ എല്ലാം പിറകിൽ ദൈവത്തിനോട് നന്മ വശമുണ്ട്, ഒരു നന്മ ഉദ്ദേശ്യമുണ്ട്, ഒരു നന്മ ലക്ഷ്യമുണ്ട്. എങ്കിലും കർത്താവെ, ഞങ്ങൾ ബലഹീനരാ, ഞങ്ങൾ സാധാ മനുഷ്യരാ കർത്താവെ, വീഴ്ചകൾ സംഭവിച്ചു പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഏൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ നിശ്ചയിച്ച അവധി തന്നെ, അവൻ നിശ്ചയിച്ച അനർത്ഥം തന്നെ ദൈവം മാറ്റിക്കളയുമെന്നുള്ളതിന് ആയിരക്കണക്കിന് അനുഭവങ്ങൾ ദാവീദിനും പറയാനുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് ഈ വചനങ്ങൾ സംസാരിക്കുമ്പോൾ, അതെ, എന്റെ ജീവിതത്തിൽ മറയ്ക്കപ്പെട്ട അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വെളിവാക്കാൻ കഴിയാത്ത ഒത്തിരി കറുത്തേണ്ട വിഷയങ്ങൾ എന്റെ ജീവിതത്തിലും ഉണ്ട്. ഞാനും ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ പരിപൂർണനായ ഒരു വിശുദ്ധനായ ഒരു പ്രവാചകനാണ്, എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒത്തിരി കുറ്റങ്ങളിലൂടെ, ഒത്തിരി കുറവുകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിത്വമാണ്. എന്റെ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി സമാധാനത്തോടെ എനിക്ക് ഇരിക്കുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, അതെ, ദൈവത്തോടാകുന്നു. അതെ, ദേശത്ത് അനർത്ഥങ്ങൾ വരുമ്പോൾ, ഞാൻ ജീവിക്കുന്ന നാട്ടിൽ, ഞാൻ ജീവിക്കുന്ന ഒരു രാജ്യത്ത്, ഞാൻ ജീവിക്കുന്ന സംസ്ഥാനത്ത് ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഭക്തനാണ്, ഞാൻ ദൈവമകനാണ്, അതുകൊണ്ട് ദൈവം എന്നെ രക്ഷിച്ചല്ലോ എന്ന് വിളിച്ചുപോയി സാക്ഷ്യം പറയുന്നതിലല്ല അർത്ഥം. പക്ഷെ ഞാൻ ജീവിക്കുന്ന ഈ സ്ഥലത്ത് ഈ അനർത്ഥം വന്നതിന് ഉത്തരവാദി ഞാനാണ്. ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ അവരോട് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എന്നോട് കർത്താവ് സംസാരിക്കാത്ത വിധത്തിൽ, അതേ, പ്രവാചകന്മാരായ തന്റെ ദാസന്മാരെ അറിയിക്കാതെ ദൈവം